വെൽക്കം ടു ഇഞ്ചിപ്പച്ചടീസ് വിനോദം. ഹായ്, ഹലോ, എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മൾ 2 റെസിപ്പി പരിചയപ്പെടാൻ പോകുന്നുണ്ട്. ഒരേ ഐറ്റം വെച്ചിട്ട് 2 റെസിപ്പി. എന്താണെന്ന് മനസ്സിലായോ? ഇത് കാമ്പ്, നമ്മുടെ സ്റ്റെമ്മ്, ബനാന സ്റ്റെമ്മ്. അപ്പോൾ അത് വെച്ചിട്ടൊരു വറവും അതുകൊണ്ടൊരു പച്ചടി അല്ലെങ്കിൽ കാമ്പ് പെരക്കാണ് നമ്മളിന്ന് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഈ ചൂട് കാലത്ത് ഇത് നല്ലതാണ്, കഴിച്ചാൽ നമുക്കൊരു ഉന്മേഷമൊക്കെ കിട്ടും. അപ്പോൾ ഇതെങ്ങനെ റെഡിയാക്കി എടുക്കാൻ നോക്കാം. ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയും കൂടിയാണ്. നമുക്ക് ചുമ്മാ ഇരുന്ന് കുടിക്കാൻ പറ്റിയ ഒരു റെസിപ്പി കൂടിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്ന് ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിന് മുമ്പായിട്ട് ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ അതിലൊരു ഓൾ ഓപ്ഷൻ കാണും, അതുകൂടി ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ 2 ഐറ്റംസ് റെഡിയാക്കി എടുക്കാൻ നോക്കിയിട്ട് വരാം. അപ്പോൾ നമ്മൾ ഇന്ന് റെഡിയാക്കാൻ പോകുന്നതെന്ന് അറിയാമോ? കാമ്പ് വെച്ചിട്ട് ഒരു കറിയാണ്. കാമ്പെല്ലാം എനിക്ക് അറിയായിരിക്കും അല്ലേ? നമ്മളെ ബനാന സ്റ്റെമ്മ് അല്ലെങ്കിൽ ഇതിന് വാഴപ്പിണ്ടി എന്നൊക്കെ പറയുന്ന തോന്നുന്നത്, നമ്മളിതിന് കാമ്പ് എന്നാണ് പറയുക. അപ്പോൾ കാമ്പ് വെച്ചിട്ട് ഒരു പച്ചടി എങ്ങനെയാണ് റെഡിയാക്കി എടുക്കാം നമുക്ക് നോക്കാം. വളരെ എളുപ്പത്തിൽ നമുക്ക് റെഡിയാക്കാനും പറ്റും, അതുപോലെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ആദ്യം ഞാൻ ഇത് ഒന്ന് ക്ലീനാക്കി എടുക്കാം. ഇതിൻ്റെ കുറച്ച് പാർട്സ് കളയാനുണ്ടാവും, അതൊക്കെ അധികം ആൾക്ക് അറിയുന്നത് തന്നെയായിരിക്കും. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ ഉള്ളിലെ കുറച്ച് ഭാഗം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, ഇതൊക്കെ വേസ്റ്റാണ്. കണ്ടോ, ഇത്രയും വലിയ ഇതിന്ന് ഈ ഒരു പീസാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ബാക്കി നമുക്ക് മാറ്റി വെക്കണ്ട, വേസ്റ്റാണ്, കളയാം. പിന്നെ ഇതും ഞാൻ കളയാൻ പോവാണ്. ഇത് കളറൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ 2 ഇതിൻ്റെ സൈഡൊന്ന് കട്ട് ചെയ്ത് കളയാം. അതിന് ശേഷം നമുക്ക് ഇതുപോലെ റൗണ്ടായിട്ട് കട്ട് ചെയ്യാം. പൊതുവേ എന്ന് വെച്ചാൽ ഇതിൽ ഇങ്ങനെ എടുത്ത് കളയേണ്ട ഒരു സംഭവം ഉണ്ടാവും, ഒരു നാര് പോലത്തെ. കുറേ നാര് അടങ്ങിയതാണ് വാഴപ്പിണ്ടി എന്നെല്ലാവർക്കും അറിയാം. അപ്പോൾ ഇതിങ്ങനെ ചുറ്റിച്ച് കളയാനുണ്ടാവും. പക്ഷേ ഇതെന്തുകൊണ്ടാണെന്ന് അറിയില്ല, ഇതിന് അങ്ങനെ ഒരു സംഭവം കാണുന്നില്ല. ഇത് നമ്മളെ കേരളത്തിൽ നിന്ന് കൊണ്ടുവന്നതെല്ലാം തോന്നുന്നു. അപ്പോൾ നമുക്കിതിങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഇനി ഇത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാനാണ്. ഇതുപോലെ വളരെ ചെറുതായിട്ട് വേണം കട്ട് ചെയ്ത് കൊടുക്കാൻ. കാരണം ഇത് നമ്മൾ വേറെ കുക്ക് ചെയ്യുന്നൊന്നുമില്ല. വഴിയെ കാണിച്ചത് എങ്ങനെയാണ് നമ്മളിത് റെഡിയാക്കി എടുക്കുന്നത്. വാഴപ്പിണ്ടി കൊണ്ട് പല ഐറ്റംസും ഉണ്ടാക്കും. അപ്പോൾ വളരെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒന്നാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഇനി ഇതുപോലെ വളരെ ചെറുതായിട്ട് കട്ട് ചെയ്യാം. വളരെ ഔഷധ ഗുണങ്ങളുള്ള ഒരു സാധനവുമാണ്. ഇത് കട്ട് ചെയ്തിട്ട് ഒപ്പം തന്നെ എടുത്തിട്ട് കുറച്ച് വെള്ളത്തിലിട്ട് കൊടുക്കണേ, അല്ലെങ്കിൽ ഇതിൻ്റെ കളർ മാറും. അതുകൊണ്ട് ഞാൻ കട്ട് ചെയ്യുന്നതിനനുസരിച്ച് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ ചെയ്യാം. ഇനി ബാക്കി നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ കാമ്പ് മുഴുവനായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ഒന്ന് കഴുകി ഇതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് വരാം. കഴുകാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ സ്റ്റെയിനറിലോട്ട് ഇട്ടിട്ട് ഒന്ന് കഴുകിയെടുത്താൽ മതി. ചെറിയ പീസായി കട്ട് ചെയ്യുമ്പോൾ കഴുകുമ്പോൾ കുറേ വെള്ളത്തിന് കൂടെ പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ സ്റ്റെയിനറിലിട്ടിട്ട് ഇതൊന്ന് കഴുകിയെടുത്തിട്ട് കൊണ്ടുവരാം. നമ്മുടെ കാമ്പ് കഴുകിയെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ മുഴുവനായിട്ട് കാമ്പ് പച്ചടിക്ക് എടുക്കുന്നില്ല. ഇത് വെച്ച് വേറൊരു റെസിപ്പി കൂടി ഞാൻ കാണിച്ചു തരാം. അതായത് തോരൻ. നമ്മുടെ നാട്ടിലധികം വറവ് എന്നാണ് പറയുക, നിങ്ങളെന്താ പറയുക എനിക്കറിയില്ല. അപ്പോൾ കാമ്പ് വറവും കാമ്പ് പച്ചടി അല്ലെങ്കിൽ കാമ്പ് പെരക്കിയത്, ഇതാണ് നമ്മൾക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ
ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഞാൻ പച്ചടിക്ക് വേണ്ടിയിട്ട് ചട്ടിയിലൊക്കെ ഇട്ട് കൊടുക്കുവാണ്. അപ്പോൾ പച്ചടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഇതേപോലെയുള്ള മൺചട്ടിയിൽ തന്നെ ട്രൈ ചെയ്യാം. അപ്പോഴാണ് അതിൻ്റെ ശരിയായൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഒരു 3 സ്പൂണോളം എടുത്തിട്ട് പച്ചടിക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് വറവിന് മാറ്റി വെക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാനിവിടെ ചേർക്കുന്നത് ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ എരിവിനാവശ്യമായ പച്ചമുളക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് ഞെരിടി വെക്കാം. നന്നായിട്ട് ഞെരിടണം. നമ്മളിത് വേറെ തന്നെ കുക്കൊന്നും ചെയ്യൂല. അപ്പോൾ നമ്മൾ കൈ കൊണ്ട് തന്നെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായി ഞെരിടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് വേണ്ടുന്ന ഒരു അരപ്പ് തയ്യാറാക്കാം. അതുവരെ ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി അരപ്പ് റെഡിയാക്കാനായിട്ട് നമുക്ക് കുറച്ച് തേങ്ങ അരച്ചെടുക്കാം. ഒരു അരമുറി തേങ്ങയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് തൈര് ചേർത്ത് കൊടുക്കാം. തൈര് ചേർത്താണ് അരച്ചെടുക്കണം. നല്ല പേസ്റ്റ് പോലെ വേണം അരച്ചെടുക്കാൻ. ഇതേ സമയം നമുക്ക് പച്ചമുളക് വേണ്ടിക്കൽ ഇതിലും ചേർത്ത് കൊടുക്കാം. പക്ഷെ ചിലപ്പോൾ നമ്മൾ അരപ്പിൻ്റെ കളറൊന്ന് മാറിപ്പോവും. പച്ചമുളക് ചേർക്കുമ്പോൾ ഒരു പച്ച കളർ അടിക്കും. അതുകൊണ്ട് ഞാൻ അരപ്പിൽ ചേർക്കുന്നില്ല. തൈരും തേങ്ങയും ഇനി ഇതിൽ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ അരപ്പ് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ ഒരു കാര്യം പറയാൻ മറന്നു. വെള്ളം ഒഴിച്ച് അരക്കുവാന്നല്ലേ നമ്മൾ പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ എടുക്കുന്ന വെള്ളം ചൂട് വെള്ളം തണുത്തതിന് ശേഷമുള്ളതായിരിക്കും. അതായത് തിളപ്പിച്ചാറ്റിയ വെള്ളം അത് ചേർത്തിട്ടാണ് നമ്മൾ അരച്ചെടുക്കുന്നത്. ഇനി നമുക്ക് ഇത് ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ മിക്സിയിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചൂട് ആറിയ വെള്ളമാണ്. തിളപ്പിച്ച് ആറിയ വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഉപ്പും പുളിയൊക്കെ നോക്കുക. പുളി കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ഇതിലേക്ക് തന്നെ ഇനി കുറച്ച് തൈര് നമുക്ക് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിതൊന്ന് നോക്കട്ടെ. ഉപ്പ് കുറച്ച് കുറവാണ്. അപ്പം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ തൈര് കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്യാൻ പോവാം. കുറച്ച് പുളിയും കുറവുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഇതിലേക്ക് കുറച്ച് തൈര് കൂടി ചേർത്ത് കൊടുത്തത്. ഇത്രയുമായി. ഇനി ഇതിന് കുറച്ച് ചെറിയൊരു പണിയും കൂടി ബാക്കിയുള്ളൂ. അതുകൂടി എന്താണെന്ന് നമുക്ക് നോക്കാം. ഇനി നമുക്ക് ഈ കറിക്ക് നല്ലൊരു വറവ് ഇട്ട് കൊടുക്കാം. അതിനായിട്ട് വെളിച്ചെണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ തന്നെ എടുക്കണം. നമ്മുടെ നാടൻ കറിയാണ്. അപ്പോൾ വെളിച്ചെണ്ണയാണ് നല്ലത്. എണ്ണ ചൂടാകുമ്പോൾ നമുക്കതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഈ കറിക്ക് പ്രത്യേക ടേസ്റ്റ്. നല്ല കുത്തരി ചോറിൻ്റെ കൂടെ നല്ലൊരു മീൻ മൊളീഷൻ കൂടി ഉണ്ടെങ്കിൽ ഈ കറിയൊക്കെ വെച്ച് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. കുത്തരി ചോറ് വേണമെന്നില്ല, എന്നാലും ആ ചോറിൻ്റെ കൂടെയൊക്കെ ആകുമ്പോൾ വേറെ തന്നെ ഒരു ടേസ്റ്റാണ്. പിന്നെ നല്ല മീൻ മുളകിട്ടത് ഞാൻ മുന്നേ ഒരു മാന്തൾ മുളകിട്ട ചെയ്തിട്ടുണ്ട്. അതും ഈ കറി നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ നമ്മളെ കടു ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് കായ് മുളകും കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കേണ്ടത്. കടു ഒന്ന് പൊട്ടട്ടെ. എന്നിട്ട് നമുക്ക് കറിവേപ്പിലയും കായമുളകും ചേർത്ത് കൊടുക്കാം. അതായത് കായമുളക് തന്നെയാകുമ്പോൾ നിങ്ങൾ പറയാറ് നമ്മുടെ ഉണക്കമുളക്, വറ്റൽമുളക്, ഉണക്കമുളക് അങ്ങനത്തെ ഇതിൽ പറയും തോന്നുന്നു അല്ലേ? അതാണിത്.
കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മളെ നല്ല ടേസ്റ്റിൽ ഒരു കാമ്പ് പെരക്കല്ലെങ്കിൽ കാമ്പ് പച്ചടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു കാമ്പ് കൊണ്ടുള്ള ഒരു ഐറ്റം നമ്മൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു തോരൻ കൂടി എങ്ങനെയാണ് റെഡിയാക്കി എടുക്കാൻ നോക്കാം. അപ്പോൾ നമുക്കിനി കാമ്പ് വെച്ചിട്ടുള്ള തോരൻ ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ച കട്ട് ചെയ്ത് വെച്ച കാമ്പ് ഞാനൊരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുവാണ്. അതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് ഒരു വിസിലടിപ്പിക്കാം. ഞാനിതിൽ വെള്ളമൊന്നും ചേർക്കുന്നില്ല, കാരണം നമ്മളിത് കഴുകിയെടുത്താലൊക്കെ അതിൻ്റെ ഒരു കുറച്ച് വെള്ളത്തിൻ്റെ ഒക്കെ അംശം പോലെ ഉണ്ട്. അപ്പോൾ വേറെ എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കാണ്ട് തന്നെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരു വിസിലടിപ്പിച്ചെടുക്കാം. ഒരു വിസിൽ വന്ന് അതിനുശേഷം നമുക്ക് എയറൊക്കെ പോയിട്ടുണ്ട്. നമ്മൾ കാമ്പ് വെള്ളമൊന്നുമില്ലാതെ ഈ ഒരു ഇതിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു വറവിലേക്ക് ഇടുക വേണ്ട. അപ്പോൾ ഞാൻ വേറൊരു പാത്രം വെച്ചിട്ട് അതിലേക്ക് റെഡിയാക്കാൻ പോവുകയാണ്. ചൂടായ പാത്രത്തിലോട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് അരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/2 ടീസ്പൂണേ എടുത്തിട്ടുള്ളൂ. അരി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇനി അതിലേക്ക് ഒരു 7 വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കാം. നമ്മളിത് ഈ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യുന്ന ടൈപ്പ് ആയതുകൊണ്ട് നമുക്ക് വെളുത്തുള്ളിയുടെ കുത്തലൊന്നും ഉണ്ടാവില്ല കൂടിയാലും. അപ്പോൾ അതൊന്ന് മൂപ്പിച്ചെടുക്കാം എണ്ണയിൽ. ഇനി ഇതിലോട്ടേക്ക് നമ്മൾ ഒരു 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഉണക്കമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന കാമ്പ് ചേർത്ത് കൊടുക്കാം. നമുക്ക് കാമ്പും നമ്മുടെ വറവും എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് കുറച്ച് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങയുടെ അളവൊക്കെ ഓരോ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു നുള്ളേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അതിനുശേഷം നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എല്ലാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് ഒരു 2 മിനിറ്റ് ഇതൊന്ന് അടച്ചു വെക്കാം. നമ്മുടെ വറവ് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള കാമ്പ് വറവായത്. എല്ലാവരും ഇത് ഉണ്ടാക്കുന്നുണ്ടാവും, പക്ഷേ ഈ ടൈപ്പാണോ എന്ന് എനിക്കറിയുന്നില്ല. അപ്പോൾ ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവർ എന്തായിട്ടും ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒന്ന് ഉപ്പ് നോക്കിക്കോ, ഈ ടൈം ഒന്ന് ഉപ്പെല്ലാം നോക്കിക്കോ, എന്നിട്ട് തീ ഓഫ് ചെയ്യാം. അപ്പോൾ കാമ്പ് വെച്ച് നമ്മൾ നല്ലൊരു കാമ്പ് പച്ചടി ഉണ്ടാക്കി, അതുപോലെ ഒരു കാമ്പ് തോരൻ ഉണ്ടാക്കി, അല്ലെങ്കിൽ കാമ്പ് വറവ്. ഈ വറവും കൂടി ചോറുന്ന നല്ല ടേസ്റ്റാണ്, കാമ്പ് വറവ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒന്ന് ലൈക്ക് അടിക്കാൻ മറന്നു വേണ്ട, ലൈക്ക് അടിക്കുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഇത് കാമ്പ് വറവും കാമ്പ് പച്ചടിയൊക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നല്ല ഹെൽത്തി ആയിട്ടുള്ള 2 റെസിപ്പിയാണ്. പുതിയൊരു വീഡിയോ വരുന്നത് വരെ ബൈ. Thanks for watching.